എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, അതുപോലെ തീ പോലും കത്തിക്കേണ്ട, ക്രീം വേണ്ട, അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്ക് പെട്ടെന്നൊക്കെ ഒരു കേക്ക് തയ്യാറാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ക്രീമോ ഒന്നും ഇതിനാവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാൽ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഈ ഒരു ചെറിയ കേക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 9 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഹൈറ്റ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ബ്രെഡ് എടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. വളരെ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇത് മാറ്റി വയ്ക്കുക, നമുക്ക് ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബ്രെഡ് ഇങ്ങനെ തൊട്ടാൽ പൊട്ടുന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ടായിരിക്കണം പീസുകളൊക്കെ. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്യണത്. ഇനിയിപ്പോൾ ചില ബ്രെഡിൻ്റെ കുറച്ച് പീസൊക്കെ കട്ട് ചെയ്യാനുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു ചെറിയ മൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്രെഡുകൾ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടാനായിട്ടാണ്. എന്നിട്ട് ഈ ഒരു മൂടി ഇതുപോലെ വെക്കുക. അപ്പോൾ ആ ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള മൂടി എടുക്കണം. എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് ഈ ബ്രെഡ് കട്ട് ചെയ്യാം. ഈ ഒരു ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞ് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിപ്പോണത്. അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഫുള്ള് വേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് മതിയാവും. എന്നിട്ട് കുറച്ച് എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് ക്രീമി ടെക്സ്ചറിലേക്ക് ആക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ പാലില്ലെങ്കിൽ പാൽപ്പൊടി കലക്കി എടുത്താലും മതി. അപ്പോൾ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ വരുന്ന ആ രീതിയിൽ എടുക്കുക. ഒരു 1/2 ഗ്ലാസ് പാല് മതി. ഇപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർക്കുകയാണ്. പിന്നെ കുറച്ചൊരു മധുരത്തിന് പൊടിച്ച പഞ്ചസാര എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അത് ചേർക്കുകയാണ്. കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം കേട്ടോ ഈ പാല് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ. ആ രീതിയിൽ കുറച്ച് പഞ്ചസാര ചേർക്കുക, അല്ലെങ്കിൽ പൊടിച്ചതോ പൊടിക്കാത്തതോ ആയാലും ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ പാലിന് ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ, ഇളം ചൂടാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ കോഫി ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഈ പാലിലൊന്ന് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് വരുമല്ലോ. അല്ലെങ്കിൽ ഇതിനാകുമ്പോൾ പിന്നെ അങ്ങനെ അരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. വാനില എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു കോഫി പൗഡർ ചേർക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ബ്രെഡിൻ്റെ ആ ഒരു സ്മെല്ല് പോവുള്ളൂ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പാലും കോഫി പൗഡറൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് വെച്ചിട്ട് എല്ലാ ലെയറും തന്നെ ഫുള്ളായിട്ട് നന്നായിട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് ആവണം. ബ്രെഡിൻ്റെ സ്മെല്ല് ഒട്ടും ഉണ്ടാവരുത്. അപ്പോൾ കോഫി ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് ഇത് വരും ലാസ്റ്റ് കേക്കായിട്ട് വരുമ്പോൾ. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ വരിക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും അറിയില്ല. പാലും പിന്നെ കോഫി പൗഡറൊക്കെ ഉണ്ടല്ലോ, വാനില എസൻസും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ശരിക്കും കേക്ക് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ക്രീമില്ലേ, അത് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡുകളുടെ ഇടയിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ക്രീം ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. എന്നാലല്ലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടം വരുള്ളൂ. ചിലർക്ക് ചില ബിസ്ക്കറ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് സെലക്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരുവിധം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസില്ലേ, അതിൽ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് കൈവച്ച് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മിക്സിയുടെ ആവശ്യമൊന്നുമില്ല, കൈവച്ച് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. കൈവച്ച് നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്താൽ മതി. ഒട്ടും തന്നെ അറിയില്ല അപ്പോൾ ബ്രെഡിൻ്റെ പൊടിയാന്നുള്ളത്.
ഞാനിപ്പോൾ ഇങ്ങനെ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ കുറച്ചിങ്ങനെ വെറ്റായിട്ട് ഇരിക്കുന്ന ബ്രെഡാണെങ്കിൽ മാത്രം ഫ്രൈ ആയിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് കേക്കിൻ്റെ പുറത്ത് ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയിൽ സൈഡിലൊക്കെ ഒന്ന് ഇത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം മതി. കയ്യിൽ എന്താ ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചൊന്ന് ആക്കിയെടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് ചെറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയാവും. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ബർത്ത്ഡേ ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമാവും. പിന്നെ നമ്മൾ കോഫി പൗഡറും മിൽക്കൊക്കെ ചേർത്ത് ഇതിനെ വെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ ബ്രെഡാണെന്ന് അറിയേയില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ നല്ല സൂപ്പർ കേക്കാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, ഇതൊട്ടും തന്നെ ആർക്കും മനസ്സിലാവില്ല ഇത് ബ്രെഡ് വെച്ചിട്ട് ചെയ്തതാണെന്ന്. അപ്പോൾ ഹാർട്ട് ഷേപ്പും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ് കേക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇരിക്കട്ടെ, ഇത് അമ്മയോട് പറയുക, അല്ലെങ്കിൽ അമ്മയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻറ്റിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. ചില കുഞ്ഞുങ്ങളൊക്കെ ചില വീഡിയോസിൻ്റെയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസിൻ്റെയൊക്കെ കേക്കിൻ്റെ പടമൊക്കെ എടുത്തിട്ട് സ്ക്രീൻഷോട്ടാക്കി അത് എനിക്ക് അയച്ചു തരാറുണ്ട്, ഇതുപോലത്തെ കേക്കൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് അത്രയ്ക്കൊന്നും ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് കേക്കൊന്നും ഉണ്ടാക്കാനുള്ള ടൈമൊന്നും കിട്ടാറില്ല കേട്ടോ. ഒരു നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി വല്ല എളുപ്പത്തിലുള്ള കേക്കുകളൊക്കെയാണ് അധികം ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ ഐഡിയാസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ ഇതുപോലെ ഒരുപാട് സിമ്പിളായിട്ടുള്ള കേക്ക് റെസിപ്പീസ് ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്നവരൊക്കെ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ പിക്ചേഴ്സ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡി ഞാനിപ്പോൾ എഴുതി കാണിക്കാം, myfoodandcraft2018@gmail.com. ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഇനി നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.